നമ്മൾക്ക് ഈന്തപ്പഴ അച്ചാറിന് ഈന്തപ്പഴം ഒരു 250 ഗ്രാം, പിന്നെ കരിവേപ്പില കുറച്ച്, ഒരു 10-15 മുളക് അരിഞ്ഞത്, ചെറിയ എമൗണ്ട് ഇഞ്ചി കൊത്തിയരിഞ്ഞത്, കുറച്ച് ഈന്തപ്പഴം സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 10-15 വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ പുളി പിഴിഞ്ഞത്, പുളി ഇങ്ങനെ ചുവട്ടിട്ട് കഴിയിട്ടത്, കുറച്ച് ശർക്കര ഇങ്ങനെ അരിച്ചെടുത്തത്, പിന്നെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് വെക്കുക. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ ആ എണ്ണ ഒഴിക്കാം. ഞാൻ നല്ലെണ്ണയാണ് ഇട്ട് ഒഴിക്കുന്നത്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് കുറച്ച് പൊട്ടുമ്പോഴത്തേനും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി കുറച്ച് വേണ്ടി എടുത്തിട്ട് ബാക്കിയുള്ള സാധനം വെച്ചിട്ട് കരിവേപ്പില, പച്ചമുളക്, ഇഞ്ചി. ഇത് കുറച്ച് വഴണ്ടി വരുമ്പോഴത്തേന് നമുക്ക് ഒരു അധികം എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂൺ കുറച്ച് മഞ്ഞൾപ്പൊടി. നമുക്ക് അധികം എരിവേണമെങ്കിൽ എരി ചേർക്കാൻ മനസ്സിലാവും. എനിക്ക് കുറച്ച് എരിവ് ഇഷ്ടം. കുറച്ച് പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. മുളക് പൊടി കുറച്ച് ചൂടായി മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കല്ലിട്ട് ചേർത്തെടുക്കാം. ഉപ്പിട്ടിട്ടാൽ മതി. കല്ലിട്ടതിൻ്റെ അളവ് കറക്കാനില്ല. കുറച്ച് നമുക്ക് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഏത് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ കല്ലിട്ടാണ് ചേർക്കാം. ഇതിനകത്തോട്ട് കുറച്ച് ഉലുവ പൊടിച്ച് കുറച്ച് ഇട്ടാൽ മതി. ഒത്തിരി ഇടില്ല, കഴിക്കും. ശർക്കര നമ്മൾ ഈ കല്ലുമണ്ണിനെ കളഞ്ഞ് അരിച്ച് വെക്കണം. അത് നമുക്ക് ഇങ്ങോട്ട് വെച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് അരിഞ്ഞ് വെച്ച ഈന്തപ്പഴം ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഒരു 250 ഗ്രാം ഉണ്ട്. ഒരു 3 മിനിറ്റ് ഒന്ന് ഇതിൽ കിടന്നൊന്ന് വെന്തോട്ടെ. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് വേണമെങ്കിൽ നമ്മൾ അച്ചാറൊക്കെ കഴിക്കുമ്പോൾ കടിക്കാൻ വേണ്ടിയാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ മാറ്റിയാണ്. ഇഷ്ടമുള്ളത് ഇട്ടാൽ മതി. ഇതിപ്പോൾ ഓൾറെഡി വെന്തിരിക്കില്ല. അതിപ്പോൾ ഇത് നമുക്ക് കടിക്കാൻ ഇഷ്ടമുള്ളവർ അതിടുകയാണെങ്കിൽ ഇത് വേണ്ട ആവശ്യമില്ല, സ്കിപ്പ് ചെയ്യാം. എനിക്കിഷ്ടമായത് ഞാൻ നല്ല അടിപൊളി മണമാണ്. ബിരിയാണിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് മെസ്സേജ് ഇടുക, അഭിപ്രായം അറിയിപ്പിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ്.